ഒരു സംഖ്യയെ 99 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ഹരണഫലത്തിലെ ദശാംശ സംഖ്യകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതായത് ദശാംശ സ്ഥാനത്തെ 2 അക്കങ്ങൾ തുടർച്ചയായി ആവർത്തിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ 245 സംഖ്യയാണെന്നിരിക്കുക, അതിനെ 99 കൊണ്ട് ഹരിക്കുമ്പോൾ ഇവിടെ കിട്ടുന്ന ഹരണഫലം 2.474747 ഇങ്ങനെ പോകും. അതായത് ഷോർട്ടായി എഴുതുമ്പോൾ 2.47 എഴുതിയതിനു ശേഷം ഇവിടെ ഈ 47 മുകളിലായിട്ട് ഒരു ബാർ ഇങ്ങോട്ട് ഇടും. 2.47 ബാർ. ഇതാണ് 250 99 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നത്. ഞാനിവിടെ പറയാൻ പോകുന്നത് ഈ 99 കൊണ്ട് ഒരു സംഖ്യ ഹരിക്കാനുള്ള എളുപ്പവഴിയാണ്. ഇപ്പൊ ഇതേ ചോദ്യം തന്നെ ഇപ്പൊ 245 99 ഹരിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം കണ്ടെത്തുന്ന രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 245 വലതു ഭാഗത്ത് ഇടതു ഭാഗത്ത് 2 അക്കമുള്ള ഒരു ഗ്രൂപ്പും ബാക്കിയുള്ള മറ്റൊരു ഗ്രൂപ്പായിട്ട് പരിഗണിക്കുക. അതിനുശേഷം ഈ 2 ഗ്രൂപ്പിലെ സംഖ്യ തമ്മിൽ കൂട്ടുക. 2ഉം 45 കൂട്ടിയ 47. ഈ 47 ഇവിടെ ഇരുന്നു പോയതിനു ശേഷം 47 ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നത് മനസ്സിലാക്കാൻ പറ്റും. 47 റിപ്പീറ്റ് ചെയ്യുന്നത്. പിന്നെ ചെയ്യേണ്ടത് രണ്ടാമത്തെ ഗ്രൂപ്പ് 2 ആണല്ലോ, ആ 2 കൂടി പോയിന്റും എഴുതുഭാഗത്ത് എഴുതുക. അപ്പോൾ 2.47 എന്ന് കിട്ടിയതാണ് ഇതിന്റെ എളുപ്പവഴി. ഇപ്പം 386 ഇതിനെ 99 ഹരിക്കുന്നതെങ്കിൽ 6, 8 അല്ലെങ്കിൽ 86 ഒരു ഗ്രൂപ്പും 3 മറ്റേ ഗ്രൂപ്പും ആയിരിക്കും. 86 3 കൂട്ടിയാൽ 89 വരും. അപ്പോൾ 0.89 ഇതായിരിക്കും ആവർത്തിക്കുന്നുണ്ടാവുക. പിന്നീട് എന്ത് ചെയ്യണം, ഈ ഗ്രൂപ്പ് 3 എഴുതുന്നു. 3.89 ബാർ. 4385 എന്നതിനെ 99 ഹരിക്കുന്നെങ്കിൽ 5ഉം 8ഉം ഒരു ഗ്രൂപ്പ്, 85 ഒരു ഗ്രൂപ്പ്, 43 മറ്റേ ഗ്രൂപ്പ് വരും. 85 43 കൂട്ടുക, 85 43 കൂട്ടിക്കഴിഞ്ഞാൽ 128 വരും. ഇവിടെ 3 അക്കം വരുന്നുണ്ട്. നമുക്കിവിടെ ദശാംശം 2 അക്കം വീണ്ടും. അപ്പോൾ ചെയ്യേണ്ടത് ഈ 2 8 28 എന്നതിനോട് ഈ 1 കൂടി കൂട്ടി 29, അപ്പോൾ 29 വരുന്നു. അതിനുശേഷം ഈ 1 രണ്ടാമത്തെ ഗ്രൂപ്പിലെ 43 കൂട്ടിയിട്ട് 44 എഴുതിയാൽ മതി. അപ്പോൾ 44.29 ബാർ എന്ന് എഴുതിയാൽ മതി. ഇനി 15243 ഇതിനെ 99 ഹരിക്കുന്നതെങ്കിൽ 3 4 ഇതൊരു ഗ്രൂപ്പ്, 43 ഒരു ഗ്രൂപ്പ്, 152 മറ്റേ ഗ്രൂപ്പ്. അപ്പോൾ 152ഉം 43 കൂടി കൂട്ടുന്നു. 5 9 195 ആവും. അപ്പോൾ ഇവിടെ 2 അക്കം മാത്രമേ ആവർത്തിക്കുന്നു. അപ്പോൾ പോയിന്റ് ശേഷം 95ന്റെ കൂടെ 1 കൂടി ചേർത്തിട്ട് 96 എഴുതുന്നു. ഇതാണ് ആവർത്തിക്കുന്നത്. ഈ 1 രണ്ടാമത്തെ ഗ്രൂപ്പായി 152 കൂട്ടിയാൽ 153 വരും. അപ്പോൾ 153.96 എന്ന് ഇതാണ് ഇതിന്റെ ഉത്തരമായിട്ട് വരിക.